കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൈസ വരണം, അത് ശല്യമല്ല. ആൾക്കാർ കോൾ വിളിച്ച് തിരക്കുന്നത് ശല്യം. കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ്, അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു, അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കാണ് വിചാരിച്ചത്. ഈ ലക്ഷങ്ങൾ മേടിച്ച കേസ് പുള്ളിക്കാരി തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാമേ. പുള്ളിക്കാരി തന്നെ ഇത് പറയുന്നുണ്ട്. ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം, ഞാൻ എൻ്റെ ഭയം കൊണ്ട് പറയാത്തടത്തോളം കാലം ഒരിക്കലും അവൻ എന്നെ കല്യാണം കഴിച്ചു എന്നാവില്ല. ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു. പിന്നെ താങ്കൾ വിവാഹിത ആയെന്നെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ, അല്ല ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാലല്ലേ അത് യാഥാർത്ഥ്യമുള്ളൂ എന്നല്ലേ പറഞ്ഞത്. താങ്കൾ തന്നെ പറഞ്ഞത് കാണിക്കാം. തെളിവ് ഞാൻ കൊണ്ടുതരാം, എന്നാ പിടിച്ചോ. കല്യാണം കഴിഞ്ഞില്ലേ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം വീണ്ടും ഷാജി തന്നെയാണ്. ഈ പുള്ളിക്കാരി ആദ്യം പറഞ്ഞു പുള്ളിക്കാരി വിവാഹിത അല്ല, വിധവയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ വിവാഹിതയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് മെഹർ കിട്ടിയെന്ന് പറഞ്ഞ്. പിന്നെ പറഞ്ഞ് മെഹർ കിട്ടിയില്ല എന്ന് പറഞ്ഞ്. ഇപ്പം പറഞ്ഞ് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു തവണ മറ്റേ പുഷ്പയ്ക്കകത്ത് പറഞ്ഞില്ല വന്നല്ലോ ഫീലിങ്സ് അതേപോലെ എനിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞ അങ്ങനെ ഒരാളേ ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതെന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നടാവേ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങൾ കണ്ടു തന്നെ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൈസ വരണം, അത് ശല്യമല്ല. ആൾക്കാർ കോൾ വിളിച്ച് തിരക്കുന്നത് ശല്യം. കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൾസ് കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ലാതെ ഞാൻ കല്യാണം എന്നിട്ട് ഇപ്പൊ ഫുൾ സ്റ്റോപ്പ് മായ്ക്കാൻ ചിന്തിച്ച കാര്യം പറയുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് കേൾക്കാം. കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ഫ്രഷ് സാധനം. അപ്പോൾ ആദ്യം കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ കാരണം കുറേ പേരുടെ ഇതുണ്ടായിട്ട് അതുണ്ടായിട്ട് ഇപ്പോൾ അത് വേറെ രീതിയിലേക്കൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. വ്യാഖ്യാനിക്കപ്പെടാനുണ്ടായ കാരണം പൊന്നു സഹോദരി, നിങ്ങൾ ആ ഇറ്റ്സ് മീ കയസിനെ പുള്ളിയുടെ വഴിക്ക് വിടണമായിരുന്നു. പോയി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം പിച്ചയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാണ് ഇതിൻ്റെ തുടക്കം. നിങ്ങൾ ആ പരിപാടി ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമാധാനമായിട്ട് നിൽക്കായിരുന്നു. നിങ്ങൾ കെട്ടുവോ കെട്ടാതിരിക്കുവോ തലേങ്കുത്തേക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യായിരുന്നു. നമുക്ക് ബാക്കി കേൾക്കാം. കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്ട് ഫ്രണ്ട്സുകൾ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ എറിയുന്നത് ഇവർ രണ്ടും കൂടെ ആടുന്നത്. ലാലേട്ടൻ ദമനെ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പോലെ ഈ പുള്ളിക്കാരിയും ആ ചെറുക്കനും കൂടി ഇങ്ങനെ തേയിലത്തോട്ടത്തിലൂടെ നടന്നു പോകുന്നത് ഫ്രണ്ടുകൾ എടുക്കുന്ന പോലെ ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. വേണ്ട, ഇന്റർവ്യൂവിലെല്ലാം പോയിരുന്നു മൊഴിഞ്ഞില്ലേ? സ്വന്തം ചാനലിൽ വന്നിരുന്നു കോരം പറഞ്ഞില്ല, ആളുടെ പേര് പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ പേര് ആരാണെന്ന് നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു മിസ്റ്റർ പെരേര. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത് താലി? അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം അവന്റെ ജീവിതം കുട്ടിച്ചോറാക്കുന്നതാണോ താങ്കളുടെ കാരണം? ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ മറ്റുള്ള ആൾക്കാരെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇങ്ങനെ പുച്ഛിക്കാതിരിക്കണമായിരുന്നു. നിങ്ങളുടെ പാട്ടിന് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. വെറുതെ ഇരുന്ന ആൾക്കാരെ എല്ലാം കയറി ചൊറിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത്. നിങ്ങളായിട്ട് വരുത്തി വെച്ച സാധനങ്ങളാണ് ഇതെല്ലാം.
പിന്നെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ്. അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു, അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കാണ്, പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ്, കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഈ ലക്ഷങ്ങൾ മേടിച്ച കേസ് പുള്ളിക്കാരി തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാമേ. പുള്ളിക്കാരി തന്നെ ഇത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം, അവൻ മരിച്ചത് അറിയില്ല, അവൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അതിന് മുന്നേ അവൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇക്ക മരിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു, പൈസ അയച്ചു തന്നു, കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടരേണ്ടത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട്. അപ്പോൾ പൈസ ആരും ഒരാൾ അയച്ചു കൊടുത്തു. ഇപ്പം ഇവനല്ലേ, ഇവൻ വേറെ എവനോ, ഞാൻ അവനില്ലേ എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ ഏതോ ഒരുത്തൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ പൈസ മാഡം മേടിച്ച് കടം വീട്ടിയിട്ടുണ്ട്. അത് ലക്ഷങ്ങളാണോ കോടികളാണോ ആയിരങ്ങളാണോ നമുക്കറിയില്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നൊക്കെയോ പൈസ മേടിച്ചിട്ടുണ്ട്. ചികിത്സാ സഹായത്തിന് വെറും 50,000 രൂപ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് പിന്നെ മാസാമാസം ഒന്നും എനിക്ക് തരത്തില്ല എന്നൊക്കെ ഉള്ള കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിട്. അപ്പോൾ നിങ്ങൾ പൈസ ആരുടെയോ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ പറയുന്നത് കേൾക്കാം. സെക്കൻഡ് ജീവിതം നീ തൊലച്ചില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം, ഞാൻ എൻ്റെ ഭയം കൊണ്ട് പറയാത്തടത്തോളം കാലം ഒരിക്കലും അവൻ എന്നെ കല്യാണം കഴിച്ചു എന്നാവില്ല. ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു. പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു, അവിടെ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ. അപ്പോൾ താങ്കൾ വിവാഹിത ആയിരുന്നെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ, അല്ല ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാലല്ലേ അത് യാഥാർത്ഥ്യമുള്ളൂ എന്നല്ലേ പറഞ്ഞത്. താങ്കൾ തന്നെ പറഞ്ഞത് കാണിക്കാം. തെളിവ് ഞാൻ കൊണ്ടുതരാം, എന്നാ പിടിച്ചോ. കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം ചെറുതായിട്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല. ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ളതല്ല, കണ്ണൂരുകാരനാണ്. ആള് വന്നിട്ടുണ്ടായിരുന്നു, ദുബായിലാണ്. ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്ന് നിക്കാഹ് കഴിഞ്ഞു, ആള് പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഈ മാസം ഫസ്റ്റില്, ഡിസംബർ ഫസ്റ്റ്. അത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ? അല്ലല്ല, അവരുടെ ഭാഗത്ത് വെച്ചിട്ട്, കണ്ണൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ആള് പോയി. ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. ഇനി അങ്ങോട്ട് പോകും? അതെ, തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ. ഓക്കെ, നിങ്ങൾ കണ്ണൂർ വെച്ചിട്ടാണെന്നുള്ളതിന് എന്ന് തലയായിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങളതിനെ എതിർത്തില്ല എന്ന് തന്നെയാണല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നതിനകത്തെ പൊരുത്തക്കേട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അവിടെ ഉള്ള കണ്ണൂരുകാരനായ ഒരാളുമായിട്ട് കല്യാണം കഴിച്ചു, ഞാൻ വയനാട് ഒക്കെ ഹണിമൂണല്ല ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ട് ഇന്ന ആളുമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് വന്ന് പറഞ്ഞ് ഞങ്ങളത് ഫ്രണ്ട്സുമായിട്ട് പോയത് അങ്ങനെയല്ലെന്ന്. നിങ്ങളിവിടെ പറയുന്നു ഞാൻ അവനെ സാമ്പത്തികമായി ഭയങ്കരമായിട്ട് പറ്റിച്ചു, ഹണി ട്രാപ്പ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് അത് തിരിച്ച് പറയുന്നു, അവന് എനിക്ക് എൻ്റെ ഇക്കയുടെ ഘട്ടങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴത്തേനും അവന് എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ചു. ഈ സാമ്പത്തികമായിട്ട് സഹായിക്കൽ തന്നെയാണിത്. അവൻ എന്നിട്ട് അതും ഇതും എല്ലാം വിട്ടോടി. പിന്നെ ഇതൊരു കോൺട്രവേഴ്സി ആകണ്ട. നിങ്ങൾ നോർമൽ ഒരു ഇതായിട്ടാണ് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശല്യം വരുന്നു, ആ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളിത് കോൺട്രവേഴ്സി ആക്കാൻ ശ്രമിക്കത്തില്ലായിരുന്നു. നിങ്ങളെക്കാൾ ഇളയ ഒരു പയ്യനാണെന്ന് എടുത്ത് പറയത്തില്ലായിരുന്നു. ഏത് മനസ്സിലായോ? നിങ്ങൾ എന്നെക്കാൾ മൂത്തൊരു ആളെ ഞാൻ കെട്ടിയ ആളെ പറ്റി പറയാൻ താല്പര്യമില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞു ദേ മഹർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോത്തേ ഉള്ളായിരുന്നു. എന്നെക്കാൾ ഇളയ പയ്യനാണ്, 27 വയസ്സുള്ളവനെ കെട്ടിയാൽ എന്താണ് പ്രശ്നം, എനിക്ക് 32ആയി, എൻ്റെ ഫീലിങ്സ് തീർക്കണമല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചിരുന്നത്. നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ വേറൊന്ന് പറഞ്ഞു. ഇതിനകത്തുനിന്ന് തന്നെ നിങ്ങൾ ലോക കള്ളിയാണ് എന്നൊരു അവലോകനത്തിൽ നമുക്ക് എത്തേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ റംലു പറഞ്ഞ കഥകളൊക്കെ ശരിയാണോ എന്ന് നമുക്കൊരു സംശയം വരുന്നൊരു സാഹചര്യം ഇതാണ്. നിങ്ങൾ പറയുന്നത് ഫുള്ള് കള്ളമാണെന്നൊരു അനുമാനത്തിൽ വേണം നമുക്കിപ്പോൾ എത്താനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പച്ചയ്ക്ക് പറ്റിക്കുവാണ്.
നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തവന്മാരും നിങ്ങളെ ഇഷ്ടപ്പെട്ടവന്മാരും വെറും പൊട്ടന്മാരാക്കിയിട്ടുണ്ട് നിങ്ങൾ. ഇവരെ സപ്പോർട്ട് ചെയ്തവന്മാർ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നൊരു പൂര ചീത്തവിളിയായിരുന്നല്ലോ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ്. സന്തോഷമായല്ലോ. നിന്നെയൊക്കെ വെച്ചാനത്തിട്ടുണ്ടോ ലൈക്കിനും വ്യൂസിനും വേണ്ടി മാത്രം വായി തോന്നിയ കഥകളെല്ലാം പറഞ്ഞ് അതിൽ നിന്ന് മാക്സിമം വ്യൂസ് ഉണ്ടാക്കി ഇപ്പോൾ വീണ്ടും കോൺട്രവേഴ്സി തിരിച്ചുണ്ടാക്കുക. എന്നാൽ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് കമൻറ്റ് ബോക്സ് എന്തിനാ ഓഫ് ആക്കിയിട്ടേക്കുന്നത്? ആൾക്കാർ വീണ്ടും ചോദ്യം ചോദിച്ചാലെന്നുള്ള പേടിയാണ്. എന്നിട്ട് വന്നിരുന്നങ്ങ് എൻ്റെ ഷോള് എൻ്റെ മുട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മെഴുകുകയാണ്. നിങ്ങളപ്പോൾ ആ മെഹറിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾ സ്വന്തമായിട്ട് അത് മേടിച്ചങ്ങ് ഇട്ടില്ലയോ? ഏതായാലും കൊള്ളാം, വളരെ നൈസായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണോ എന്ന് സംശയിക്കേണ്ട ഒരു നിലവാരത്തിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ നാത്തൂൻ റംലു പറയുന്ന കാര്യങ്ങളിൽ ചില സത്യങ്ങൾ ഉണ്ടാകാം എന്ന് ആൾക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആവശ്യമില്ലാത്ത വള്ളിക്കൊന്നും പോകണ്ടേ. നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട് പറമ്പ് തുണിയലക്കെന്നൊക്കെ പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. നിങ്ങൾ ഒരു കാര്യവും ഇല്ലാതെ എല്ലാവരും പുച്ഛിച്ചതും ചൊറിഞ്ഞതുമാണ് നിങ്ങൾക്ക് പണി കിട്ടിയത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഉൾപ്പെടെ നിങ്ങൾ പറ്റിച്ച്, നിങ്ങളെ അത്രയും വിശ്വസിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്തേക്കുന്നവരെ ഉൾപ്പെടെ നിങ്ങൾ പറ്റിച്ചേക്കുകയാണ്. ഏതായാലും കൊള്ളാം, സന്തോഷമുണ്ടേ. ഇനിയിപ്പോൾ ഈ ഹണി ട്രാപ്പിൻ്റെ കഥയൊക്കെ ഇനി ഒറിജിനൽ ആണോ ഇല്ലയോ നമ്മളങ്ങനെ വിശ്വസിക്കാതിരിക്കും. നിങ്ങളിപ്പോൾ ആ പയ്യൻ പെട്ടുപോയതാണോ നമുക്കറിയത്തില്ലല്ലോ. ഇതൊന്നും ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അതിനെയൊക്കെ കുറിച്ച് നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി എത്ര പേരെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഇവർ എപ്പോഴും പറയുന്നുണ്ടായിരുന്നല്ലോ, കല്യാണം കഴിച്ച ഏതൊരു സ്ത്രീയെ, കല്യാണം കഴിക്കാത്ത ഏതൊരു പുരുഷനും കല്യാണം കഴിച്ചൊരു സ്ത്രീയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും എന്നൊക്കെ ഇവരുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും കാണിക്കാത്തത്. അതിനർത്ഥം നിങ്ങൾ കല്യാണം കഴിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അവൻ എൻ്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവൻ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിത് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേനും ആകെ മൊത്തം സീൻ കോൺട്രാഡേ. ഏതായാലും ഇവർ പറഞ്ഞ എല്ലാം കള്ളമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം ഇവർ പറഞ്ഞെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇവരുടെ സൈഡിൽ ഒരു വാലിഡ് പോയിന്റ് എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഈ ഒരുപാട് കോൺട്രവേഴ്സീസ് വരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനിത് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. നിങ്ങൾ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സാധനം പറയരുതായിരുന്നു. ഇപ്പോൾ ഈ ഒരാളെ ഗസ് ചെയ്യുന്ന രീതിയിൽ, ഈ ഒരാളല്ല എന്ന് തന്നെ വെച്ചോ, പക്ഷേ ഈ ഒരാളാണത് എന്ന് ഗസ് ചെയ്യുന്ന രീതിയിൽ അതിനെ ലീഡ് ചെയ്തത് നിങ്ങൾ തന്നെ, ഈ ഒരാളല്ലെങ്കിൽ. അപ്പം നിങ്ങൾ അങ്ങനെ ഇല്ലാത്തൊരാളെ ഇമാജിനേറ്ററി ആയിട്ട് തന്നെ കാണിക്കണമായിരുന്നു. നിങ്ങളെന്തിനും ആവശ്യമില്ലാത്ത പണിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവൻ തന്നെയാണ്. അവൻ ഇൻസ്റ്റാഗ്രാം എല്ലാം ഡിലീറ്റ് ചെയ്ത് ഓടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ബ്ലോഗ്സിൻ്റെ വീഡിയോയിൽ ഇവർ മറ്റേ പൈസ മേടിച്ചൊരു ഇടപാട് കേസിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളത് കാണുക. എനിക്കത് കിട്ടിയില്ല, ഞാൻ തപ്പിട്ട് കുറെ കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അവരുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബറായി നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും സഭ്യമായ ഭാഷയിൽ മാത്രം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.